ഡൽഹിയിൽ വലിയ ജലക്ഷാമം ഉള്ളപ്പോൾ സിക്കിമിൽ പ്രളയക്കെടുതി അതിരൂക്ഷമാണ്. വടക്കൻ സിക്കിമിലെ മങ്കാനിൽ മണ്ണിടിച്ചിലിൽ റോഡ് ഒലിച്ചുപോയി. 4 ദിവസത്തിനിടെ പ്രളയത്തിൽ 3 പേർ മരിച്ചു, 3 പേരെ കാണാതായി. 100ഓളം വീടുകൾ തകർന്നു. മേഖലയിൽ രക്ഷാപ്രവർത്തനം തുടരുകയാണ്. ബൽറാം നെടുങ്ങാടി നൽകും ഡൽഹിയിൽ നിന്നും അതിന്റെ കൂടുതൽ വിവരങ്ങൾ. ബൽറാം, പല രീതിയിലുള്ള കാലാവസ്ഥ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ അനുഭവപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്താണ് സിക്കിമിലെ ഇപ്പോഴത്തെ അവസ്ഥ? ഈ മണ്ണിടിച്ചിലിനും ഒപ്പം തന്നെ പ്രളയത്തിനൊക്കെ കുറവ് വന്നിട്ടുണ്ടോ? നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെ? ഒപ്പം തന്നെ അവിടുത്തെ രക്ഷാപ്രവർത്തനം ഏത് രീതിയിലാണ് നടക്കുന്നത്? പ്രജിൻ, സിക്കിമിൽ അതിരൂക്ഷമായ സാഹചര്യമാണ് നിലവിലും തുടരുന്നത്. ശക്തമായ മഴ പലയിടങ്ങളിലും ഇപ്പോഴും തുടരുകയാണ്. പ്രധാനമായും നോർത്ത് സിക്കിം മേഖലയിലാണ് ഏതാണ്ട് ഒറ്റപ്പെട്ട നിലയിലുള്ള സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. നോർത്ത് സിക്കിമിലെ മങ്കാമിലാണ് റോഡ് ഈ പ്രളയത്തെ തുടർന്ന് മണ്ണിടിച്ചിലുണ്ടായി റോഡ് ഒലിച്ചുപോയത്. ഏതാണ്ട് 100 മീറ്ററോളം ഭാഗത്തെ റോഡ് പൂർണ്ണമായും തകർന്ന് ഒലിച്ചുപോയ നിലയിലാണ് ഉള്ളത്. പലയിടത്തും പാലങ്ങൾ അടക്കമുള്ളവ തകർന്നിട്ടുണ്ട്. വൈദ്യുതി, ടെലിഫോൺ ബന്ധം ഏതാണ്ട് വിച്ഛേദിക്കപ്പെട്ട സാഹചര്യമാണ് ഉള്ളത്. കാരണം വൈദ്യുത പോസ്റ്റുകൾ മറ്റും മണ്ണിടിച്ചിലിൽ തകരുകയും ഒലിച്ചു പോവുകയും ചെയ്തിരിക്കുന്നു. മൊബൈൽ ടവറുകൾ ഈ പ്രളയക്കെടുതിയിൽ തകർന്നിരിക്കുന്നു. ഇതിനെ തുടർന്ന് ഈ മൊബൈലിൽ ഇവിടെയുള്ള ആളുകളുമായി ബന്ധപ്പെടുന്നതിന് പോലും കഴിയുന്നില്ല എന്നാണ് പ്രദേശവാസികൾ അറിയിക്കുന്നത്. രക്ഷാപ്രവർത്തനം ഇപ്പോഴും ഊർജിതമായി പുരോഗമിക്കുകയാണ് എന്നാണ് ജില്ലാ അധികൃതർ അടക്കമുള്ളവർ അറിയിക്കുന്നത്. സാധ്യമായ എല്ലാ സഹായവും ഈ പ്രദേശത്തെ ദുരിതബാധിതർക്ക് എത്തിക്കുന്നതിനുള്ള ശ്രമങ്ങൾ തുടരുകയാണ് എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം ഈ 4 ദിവസമായി അതിരൂക്ഷമായ ഈ പ്രളയക്കെടുതിയെ തുടർന്ന് ഇതുവരെ 3 പേർ മരിച്ചു. കാണാതായവരുടെ എണ്ണം 5ആയി ഉയർന്നിട്ടുണ്ട്. നേരത്തെ 3 പേരെ കാണാതായതായി ഔദ്യോഗികമായ സ്ഥിരീകരണം ഉണ്ടായിരുന്നു. അതിനൊപ്പം തന്നെ ഇന്ന് രാവിലെ മുതൽ 2 പേരെ കൂടി കാണാതായതായാണ് റിപ്പോർട്ട്. ഇപ്പോഴും അതിരൂക്ഷമായി തന്നെ ഈ മഴയും സാഹചര്യങ്ങളും തുടരുകയാണ്. പ്രജിത്ത്, ശരി, ബൽറാം നെടുങ്ങാടിയാണ് വിശദാംശങ്ങൾ നൽകിയത്.